ഹലോ ഓൾ, വെൽക്കം ടു SR ക്ലാസ്സസ്. പിന്നെ നമ്മൾ റോളിംഗ് മോഷൻ്റെ നെക്സ്റ്റ് പാർട്ട് 4 ആണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി എനാബിൾ ചെയ്യുക. സബ്സ്ക്രിപ്ഷൻസ് കൂമ്പാരമാകുമ്പോൾ നമ്മുടെ ടോപ്പിക്സ് ഗംഭീരമാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം റോളിംഗ് മോഷൻ്റെ നെക്സ്റ്റ് പാർട്ട്. അടുത്തത് ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ ഇൻ റോളിംഗ് മോഷൻ. ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ ഇൻ റോളിംഗ് മോഷൻ. ഒരു റോളിംഗ് ബോഡിയിൽ എങ്ങനെയാണ് നമുക്ക് ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ യൂസ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഇൻ റോളിംഗ് മോഷൻ ശ്രദ്ധിക്കാം. എപ്പോഴാണ് നമ്മൾ ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യാം? നെറ്റ് ടോർക്ക് 0 ആണെങ്കിൽ അല്ലെങ്കിൽ നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിലാണ് നമ്മൾ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാം, അല്ലേ? ഒരു റോളിംഗ് ബോർഡർ കേസ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. റോളിംഗ് ബോർഡർ കേസ് ശ്രദ്ധിക്കാം. ഇതൊരു റോളിംഗ് ബോഡിയാണ് വിചാരിക്കുക. ഇത് റൈറ്റിലേക്ക് റോൾ ചെയ്ത് പോകുന്ന ഒരു ബോഡിയാണ്. ഈ റോൾ ചെയ്ത് പോകുന്ന ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള ഫോഴ്സസ് ഏതൊക്കെയാണ് ഞാൻ ട്രീറ്റ് ചെയ്യാൻ പോണേ. ഒന്ന്, ഇതിൻ്റെ താഴേക്കുള്ള എം ജി. ഈ എം ജി ആക്ട് ചെയ്ത് നിങ്ങൾക്കറിയാം അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ്. ഞാൻ സെൻറ്ററിൽ നിന്ന് താഴേക്ക് ആര് വരച്ചിട്ടുണ്ട്? എം ജി വരച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി റോൾ ചെയ്ത് പോകുന്ന സർഫസ് കൊടുക്കുന്ന ഫോഴ്സാണ്. അപ്പോൾ നമ്മൾ റോളിംഗ് ബോഡിയും സർഫസും തമ്മിലുള്ള പോയിന്റ് ഓഫ് കോൺടാക്റ്റിലാണ് ആര് ആക്ട് ചെയ്യുക? നമ്മുടെ നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ആരുണ്ടാവും? നോർമൽ റിയാക്ഷൻ മുകളിലേക്ക് ഉണ്ടാവും. ഇവിടെ നോർമൽ റിയാക്ഷൻ മുകളിലേക്ക്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കാം. ഇനി അടുത്തത് ഇവിടെ ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് ദിസ് സർഫസ് ഈസ് റഫ് സർഫസ് ആണെന്ന് വിചാരിക്കുക. ഈ സർഫസ് എന്ത് സർഫസാണ്? റഫ് സർഫസാണ്. റഫ് സർഫസ് ആണെങ്കിൽ അവിടെ ആര് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഫ്രിക്ഷൻ ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എങ്ങനെ മാർക്ക് ചെയ്യും എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഒന്നെങ്കിൽ ഫ്രിക്ഷൻ റൈറ്റിലേക്കായിരിക്കും അല്ലെങ്കിൽ ഫ്രിക്ഷൻ ലെഫ്റ്റിലേക്കായിരിക്കും. ഫ്രിക്ഷൻ റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണെന്നോ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്തായാലും ഫ്രിക്ഷൻ ഉണ്ടാകും. ഫ്രിക്ഷൻ ഒന്നെങ്കിൽ റൈറ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക്. ഈ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ സർഫസും നമ്മളുടെ ബോഡി നമ്മളുടെ പോയിന്റ് ഓഫ് കോൺടാക്റ്റിലാണ്. അപ്പോൾ സപ്പോസ് ഇവിടെയുള്ള ഫ്രിക്ഷൻ റൈറ്റിലേക്കാണെന്ന് വിചാരിക്കും. ഇവിടെയുള്ള ഫ്രിക്ഷൻ റൈറ്റിലേക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഫ്രിക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? റൈറ്റിലേക്ക് വരച്ചിട്ടുണ്ട്. ഫ്രിക്ഷൻ റൈറ്റിലേക്ക് ആവണമെന്നില്ല, ചിലപ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ടും ആവാം, ലെഫ്റ്റിലേക്കും ആവാം. അപ്പോൾ ഞാനിവിടെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. ഫ്രിക്ഷൻ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? റൈറ്റിലേക്കാണ്. ഇനി ശ്രദ്ധിക്കാം. ഞാനിതാ ഈ പോയിന്റ് ഓഫ് കോൺടാക്റ്റിൻ്റെ കേസ് എടുത്തു. പോയിന്റ് ഓഫ് കോൺടാക്റ്റിൻ്റെ കേസ് പി. ഈ പോയിന്റ് ഓഫ് കോൺടാക്റ്റിൻ്റെ മുകളിലുള്ള നെറ്റ് ടോർക്ക്, ഞാൻ നെറ്റ് ടോർക്ക് അറ്റ് ദിസ് പോയിന്റ് പി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. നെറ്റ് ടോർക്ക് അറ്റ് ദിസ് പോയിന്റ് പി. ശ്രദ്ധിക്കുക, ഇവിടെ 3 ഫോഴ്സാണ് ഉള്ളത്. ഈ 3 ഫോഴ്സിൽ ഇവിടുത്തെ ടോട്ടൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഈ 3 ഫോഴ്സും കൂടി ഉണ്ടാക്കുന്ന ടോർക്കിൻ്റെ വെക്ടർ സം ആയിരിക്കും. അതായിരിക്കും ഇവിടുത്തെ ടോട്ടൽ ടോർക്ക് അറ്റ് പോയിന്റ് പി, അല്ലേ? നിങ്ങൾ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിലെ ടോട്ടൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ 3 ഫോഴ്സും കൂടി ഉണ്ടാക്കുന്ന ടോർക്കിൻ്റെ വെക്ടർ സം ആയിരിക്കും. ഇനി ഈ പോയിന്റ് പിയിൽ എന്നും എം ജിയും ഫ്രിക്ഷനും ഉണ്ടാക്കുന്ന ടോർക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം. ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ എം ജിയും നോർമൽ റിയാക്ഷനും എന്തുണ്ടാക്കില്ല? ടോർക്ക് ഉണ്ടാക്കില്ല. കാരണം ദിസ് എൻ ആൻഡ് എം ജി ആർ പാസിംഗ് ത്രൂ ദിസ് പോയിന്റ് പി. പി. അതുപോലെ ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് ഓൾ ദീസ് 3 ഫോഴ്സസ് ആർ പാസിംഗ് ത്രൂ ദ പോയിന്റ് പി. ഏതെങ്കിലും ഒരു പോയിന്റ് കൂടെ ഒരു ഫോഴ്സ് കടന്നു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ വെക്ടർ അല്ലെങ്കിൽ ഡയറക്ഷൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ പോയിന്റിൻ്റെ പിന്നെ എന്തുണ്ടാവില്ല? ആ ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ടോർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പറഞ്ഞ് മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതാണ് പോയിന്റ് പി. ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പോയിന്റ് പിയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ you will get answer as 0. നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുക? 0 ആണ് കിട്ടുക. വിച്ച് മീൻസ് that total torque about this point P will be 0. അപ്പോൾ ഇതാണ് ആക്ച്വലി ഈ നോർമൽ റിയാക്ഷൻ. ഇപ്പോൾ നിങ്ങൾ ലൈൻ ഓഫ് ആക്ഷൻ എന്നുള്ള ടേം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ നോർമൽ റിയാക്ഷൻ്റെയും എം ജിയുടെയും ഫോഴ്സിൻ്റെയും ഒക്കെ ലൈൻ ഓഫ് ആക്ഷൻ വരച്ച് നോക്കുക. നോർമൽ റിയാക്ഷൻ്റെയും എം ജിയുടെയും ഫ്രിക്ഷൻ്റെ ഒക്കെ ലൈൻ ഓഫ് ആക്ഷൻ വരച്ച് നോക്കുക. ആ ലൈൻ ഓഫ് ആക്ഷൻ ഒക്കെ ഏത് കൂടെ കടന്നു പോകാം? നമ്മളെ പോയിന്റ് ഓഫ് കോൺടാക്ട് പിയിലൂടെയാണ് കടന്നു പോവുക. അപ്പോൾ ഇഫ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് എനി ഫോഴ്സ് passes through a point P, then the net torque about that point P will be 0. അതാണ് ടോർക്കിൻ്റെ കോൺസെപ്റ്റ്. പിന്നെ ആ പോയിന്റിൽ എന്തുണ്ടാവില്ല? ടോർക്ക് ഉണ്ടാകില്ല.
വിച്ച് മീൻസ് ദാറ്റ് ഈ എന്നും എഫും എം ജിയും ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്ന ടോർക്ക് അബൌട്ട് ദി പോയിന്റ് പിയിൽ ഉണ്ടാക്കുന്ന ടോർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. Therefore angular momentum will be conserved of this angular momentum of this body will be conserved about this point P. ഈ ബോഡിയുടെ ആംഗുലാർ മൊമെൻറ്റം കൺസർവ്ഡ് ആയിരിക്കും. എവിടെയുള്ള ആംഗുലാർ മൊമെൻറ്റം? നിങ്ങൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കേണ്ട പോയിന്റ് ഏതായിരിക്കണം? പോയിന്റ് ഓഫ് കോൺടാക്ട് ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ആംഗുലാർ മൊമെൻറ്റം അബൌട്ട് ദിസ് പോയിന്റ് പി എടുക്കുമ്പോൾ ആ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും? കൺസർവ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഇനീഷ്യൽ ആംഗുലാർ മൊമെൻറ്റം ഫൈനൽ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ? ഈ 3 ഫോഴ്സിൻ്റെയും അബൌട്ട് ദിസ് പോയിന്റ് പിയിലുള്ള ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ 0 ആണ് കിട്ടുക. നെറ്റ് ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും? കൺസർവ്ഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സെൻറ്ററിലുള്ള പോയിന്റിൽ എന്താ പ്രത്യേകത നോക്കാം. സെൻറ്റർ പോയിന്റിൽ നമുക്ക് ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. സെൻറ്റർ പോയിന്റിൽ ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ശ്രദ്ധിക്കാം. സെൻറ്റർ പോയിൻ്റ് പ്രത്യേകത, ഈ നോർമൽ റിയാക്ഷനും എം ജിയും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ അവരുടെ ലൈൻ ഓഫ് ആക്ഷൻ ഈ സെൻറ്റർ പോയിന്റ് കൂടെ കടന്നു പോകുന്നുണ്ട്. നോർമൽ റിയാക്ഷൻ ആണെങ്കിൽ എം ജി ആണെങ്കിലും നമ്മളെ സെൻറ്റർ പോയിന്റ് കൂടെ കടന്നു പോകുന്നുണ്ട് അവരുടെ ലൈൻ ഓഫ് ആക്ഷൻ. വിച്ച് മീൻസ് ദാറ്റ് നോർമൽ റിയാക്ഷൻ ആൻഡ് എം ജി കനോട്ട് എക്സെർട്ട് എ ടോർക്ക് അബൌട്ട് ദിസ് പോയിന്റ്. ഈ ഒ എന്ന് പറഞ്ഞ പോയിന്റ് ആർക്ക് ടോർക്ക് എക്സെർട്ട് ചെയ്യാൻ പറ്റില്ല? നോർമൽ റിയാക്ഷനും എം ജിക്ക് എക്സെർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളെ ഫ്രിക്ഷൻ നോക്കിക്കേ, ഇതല്ലേ ഫ്രിക്ഷൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ? ഇതാണ് ഫ്രിക്ഷൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. വിച്ച് മീൻസ് ദാറ്റ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫ്രിക്ഷൻ ഈസ് നോട്ട് പാസിംഗ് ത്രൂ ദി പോയിന്റ് ഒ. ഈ ഒ എന്ന് പറഞ്ഞ പോയിന്റ് കൂടെ ആര് കടന്നു പോകുന്നില്ല? ഫ്രിക്ഷൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ കടന്നു പോകുന്നില്ല. വിച്ച് മീൻസ് ദാറ്റ് ഫ്രിക്ഷൻ ക്യാൻ എക്സെർട്ട് എ ടോർക്ക് അബൌട്ട് ദിസ് പോയിന്റ് ഒ. ഈ ഫ്രിക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ പോയിന്റ് ഒ എന്ന് പറഞ്ഞ പോയിന്റിൽ എന്ത് എക്സെർട്ട് ചെയ്യാൻ പറ്റും? ടോർക്ക് എക്സെർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ അബൌട്ട് ദിസ് പോയിന്റ് ഒ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല? ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ആര് ആക്ട് ചെയ്യുന്നുണ്ട്? ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ദെർഫോർ ഇനീഷ്യൽ ആംഗുലാർ മൊമെൻറ്റവും ഫൈനൽ ആംഗുലാർ മൊമെൻറ്റവും എന്തായിക്കൊള്ളുന്നില്ല? ഈക്വൽ ആയിക്കൊള്ളുന്നില്ല. ഈക്വൽ ആവണമെങ്കിൽ നെറ്റ് ടോർക്ക് എന്തായിരിക്കണം? 0 ആയിരിക്കണം. Therefore you can only apply angular momentum conservation about the point of contact. About the point of contact മാത്രമേ നിങ്ങൾക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി സപ്പോസ് ഇവിടെ ഒരു എക്സ്ട്രാ ഫോഴ്സ്, ഞാൻ കൊടുക്കുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സും കൂടി ഇവിടെ എക്സേർട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഞാനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് കൊടുത്തു. എന്നാൽ ഈ റോളിംഗ് ബോഡിക്ക് ഞാൻ ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ നോക്കിക്കേ, ഇങ്ങനെയല്ല വരിക. ഈ ഡോട്ടർ ലൈനിൽ കൂടെയാണ് ഈ എഫിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വരിക. വിച്ച് മീൻസ് ദാറ്റ് ദിസ് എഫ് ഈസ് നോട്ട് പാസിംഗ് ത്രൂ ദി പോയിന്റ് പി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പിയുടെ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കില്ല? കൺസർവ്ഡ് ആയിരിക്കില്ല. ബിക്കോസ് ഹിയർ എ ഫോഴ്സ് എഫ് ഈസ് നോട്ട് പാസിംഗ് ത്രൂ ദി പോയിന്റ് പി. വിച്ച് മീൻസ് ദാറ്റ് എഫ് ക്യാൻ അപ്ലൈ എ ടോർക്ക് അബൌട്ട് ദിസ് പോയിന്റ് പി. ഈ എഫിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ടോർക്ക് എക്സേർട്ട് ചെയ്യാൻ പറ്റും. ദെർഫോർ ആംഗുലാർ മൊമെൻറ്റം വിൽ നോട്ട് ബി കൺസർവ്ഡ്. ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. ഡൗട്ടില്ലല്ലോ? ഓക്കെ അല്ലേ? അതാണ് ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ ഇൻ റോളിംഗ് മോഷൻ. എപ്പോഴാണ് നിങ്ങൾക്ക് ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുക? എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫോഴ്സും ഈ പോയിന്റ് ഓഫ് കോൺടാക്റ്റിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് ഓഫ് കോൺടാക്റ്റിന് ആംഗുലാർ മൊമെൻറ്റം എന്ത് ചെയ്യാം? കൺസർവ് ചെയ്യാം. ഇനി ആംഗുലാർ മൊമെൻറ്റം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു ട്രാൻസ്ലേഷണൽ മോഷൻ്റെയും ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു റൊട്ടേഷണൽ മോഷൻ്റെയും കൂടി സമ്മായിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സോളിഡ് സ്ഫിയർ ഉണ്ട്. ആ സോളിഡ് സ്ഫിയറിൻ്റെ മാസ് എം ആണ്. ഈ സോളിഡ് സ്ഫിയർ ഒരു റഫ് ഹൊറിസോണ്ടൽ സർഫസ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? റോൾ ചെയ്യുന്നുണ്ട്. ഈ സോളിഡ് സ്ഫിയർ ഒരു റഫ് ഹൊറിസോണ്ടൽ സർഫസ് കൂടെ റോൾ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? റോളിംഗ് ഈസ് നോട്ട് പ്യുവർ റോളിംഗ്. ആ റോളിംഗ് എന്തല്ല? പ്യുവർ റോളിംഗ് അല്ല, സ്ലിപ്ഡ് റോളിംഗ് ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, അറ്റ് സം ഇൻസ്റ്റൻറ്റ്, നമ്മൾ നോക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റിൽ ഇറ്റ് ഹാസ് ട്രാൻസ്ലേഷണൽ വെലോസിറ്റി V0. ഇയാളുടെ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി എത്രയാണ്? VT ഈസ് ഈക്വൽ ടു V0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ആണ് പറഞ്ഞത്. VT ഈസ് ഈക്വൽ ടു V0 ആൻഡ് റൊട്ടേഷണൽ വെലോസിറ്റി V0/2r ആൻഡ് റൊട്ടേഷണൽ വെലോസിറ്റി VR ഈസ് ഈക്വൽ ടു V0/2r. VR എന്ന് പറഞ്ഞാൽ ഒമേഗ. റൊട്ടേഷണൽ വെലോസിറ്റി VR ഈസ് ഈക്വൽ ടു V0/2r. Find the translational velocity after the sphere starts pure rolling. Find the translational velocity after the sphere starts pure rolling. എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഈ സ്ഫിയർ എന്തിലല്ല? പ്യുവർ റോളിങ്ങിലല്ല. പ്യുവർ റോളിങ്ങിലല്ലാത്ത ഇൻസ്റ്റൻറ്റിൽ ഇവരുടെ ട്രാൻസ്ലേഷൻ വെലോസിറ്റിയും റൊട്ടേഷണൽ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ഫിയർ എന്തായിട്ട് മാറി? പ്യുവർ റോളിങ്ങിലായിട്ട് മാറി. ആ പ്യുവർ റോളിംഗ് ആയിട്ട് മാറുന്ന ഇൻസ്റ്റൻറ്റിലുണ്ടല്ലോ, അയാളുടെ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി എത്രയാണെന്നും അയാളുടെ ട്രാൻസ്ലേഷൻ വെലോസിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാണ് ഇനീഷ്യലി പ്യുവർ റോളിംഗ് അല്ലാത്തൊരു ബോഡി കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് പ്യുവർ റോളിങ്ങിലേക്ക് എത്തുന്നത് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഫ്രിക്ഷൻ്റെ
അപ്ലിക്കേഷൻ അറിയണം. ഈ ഫ്രിക്ഷൻ എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ അറിയണം. അപ്പോൾ ശ്രദ്ധിക്കണം, ആ ഫ്രിക്ഷൻ്റെ ഇവിടെ ഇത് റഫ് ഹൊറിസോണ്ടൽ സർഫസ് ആണ്. റഫ് ഹൊറിസോണ്ടൽ സർഫസ് ആണെങ്കിൽ ഇവിടെ ആര് ആക്ട് ചെയ്യും? ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. ആക്ച്വലി ആ ഫ്രിക്ഷൻ്റെ പ്രസൻസ് ആണ് ആ ഇനീഷ്യലി ഇംപ്യൂർ റോളിംഗ് ആയ ബോഡി എന്തിലേക്ക് മാറ്റുന്നത്? പ്യൂർ റോളിങ്ങിലേക്ക് മാറ്റുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫ്രിക്ഷൻ അങ്ങനെ മാറ്റുന്നത് എന്ന് നമുക്ക് ഫ്രിക്ഷൻ പഠിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഇനീഷ്യലി ഇംപ്യൂർ റോളിംഗ് ആയ ബോഡി കുറച്ച് കഴിയുമ്പോൾ എന്താവും? പ്യൂർ റോളിംഗ് ആയിട്ട് മാറും. അപ്പോഴുള്ള ട്രാൻസ്ലേഷണൽ വെലോസിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കറിയാം അബൌട്ട് ദിസ് പോയിന്റ് പി, പോയിന്റ് ഓഫ് കോൺടാക്ട് ഞാൻ എന്ത് മാർക്ക് ചെയ്തു? പി എന്ന് മാർക്ക് ചെയ്തു. ഈ പിയിലുള്ള ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിയിലുള്ള ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇനീഷ്യൽ ആംഗുലാർ മൊമെൻറ്റവും ഫൈനൽ ആംഗുലാർ മൊമെൻറ്റം കൂടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേറ്റ് ചെയ്താൽ മതി. ഇനി ഇനീഷ്യൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു ട്രാൻസ്ലേഷണൽ ആണ് LT എന്നത്, പ്ലസ് ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു റൊട്ടേഷൻ. ഇതാണ് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം വരിക, LT പ്ലസ് LR. ഇനി ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ്റെ ഇക്വേഷൻ എന്താ വരിക? MVR sin θ എന്നാണ് വരിക. M × V × R sin M × V × R അല്ലെങ്കിൽ MVR sin θ. ഇനി ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, V യും R നമ്മൾ ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് മാത്രം അപ്ലൈ ചെയ്താൽ മതി? MVR എന്ന് എഴുതിയാൽ മതി. MVR പ്ലസ് നമ്മളുടെ ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു റൊട്ടേഷൻ. ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു റൊട്ടേഷൻ്റെ ഇക്വേഷൻ എന്താ? I ഒമേഗ. ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു റൊട്ടേഷൻ്റെ ഇക്വേഷൻ I ഒമേഗ. അപ്പോൾ ഞാൻ ഇനീഷ്യൽ ആയതുകൊണ്ട് ഇതിനെ MV1 എഴുതി. അതുപോലെ I1 ഒമേഗ 1, MV1R പ്ലസ് I1 ഒമേഗ 1. ഇതാണ് ഇനീഷ്യൽ ആംഗുലാർ മൊമെൻറ്റം. ഈസ് ഈക്വൽ ടു MV2R പ്ലസ് I2 ഒമേഗ 2. ഇതാണ് ഇനീഷ്യൽ ആംഗുലാർ മൊമെൻറ്റം. ഇതാണ് ഫൈനൽ ആംഗുലാർ മൊമെൻറ്റം. ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം വിൽ ബി കൺസർവ്ഡ്. ഇനി നമുക്കറിയാം മാസ് M തന്നിട്ടുണ്ട്, M തന്നെയാണ്. ഇനീഷ്യൽ വെലോസിറ്റി V1 എത്രയാണ്? V0 ആണ്. ഈ V1 എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ വെലോസിറ്റി, ഇനീഷ്യൽ ട്രാൻസ്ലേഷൻ വെലോസിറ്റി എത്രയാണ്? V0 ഇൻറ്റു റേഡിയസ് അവർ പറയുന്നുണ്ട് R ആണ്. പ്ലസ് ഇനി ശ്രദ്ധിക്കുക, ഈ I ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? I ഒമേഗ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗുലാർ മൊമെൻറ്റം ഡ്യൂ ടു റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ബോഡി അബൌട്ട് ഏത് പോയിൻ്റാണ് റൊട്ടേറ്റ് ചെയ്യുക? ബോഡി അബൌട്ട് ഏത് പോയിൻ്റാണ് റൊട്ടേറ്റ് ചെയ്യുക? അബൌട്ട് ദി സെൻറ്റർ പോയിന്റ് ഓൺ റൊട്ടേറ്റ് ചെയ്യുക. വിച്ച് മീൻസ് ദാറ്റ് ദിസ് I ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി സെൻറ്റർ പോയിന്റ്. ദിസ് I ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി സെൻറ്റർ പോയിന്റ്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി സെൻറ്റർ പോയിന്റ് ഇക്വേഷൻ നമുക്കറിയാം. അത് ഇത് സ്ഫിയർ ആണ്, സോളിഡ് സ്ഫിയർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ഇക്വേഷൻ വരിക? 2/5 mr², 2/5 mr². ഒമേഗ എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി. അതിൻ്റെ വാല്യൂ എത്രയാണ്? V0/2R ആണ്. അതിൻ്റെ വാല്യൂ V0/2R. വിച്ച് മീൻസ് ദാറ്റ് ഒമേഗയ്ക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? V0/2R എന്ന് കൊടുക്കാം. ഒമേഗയ്ക്ക് വരെ V0/2R ഈസ് ഈക്വൽ ടു M ഇൻറ്റു ഈ V2 എന്ന് പറഞ്ഞാൽ ഫൈനൽ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഞാൻ V എന്ന് വിളിച്ചു. V എന്ന് വിളിച്ചു. R പ്ലസ് I2 എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദി പോയിന്റ് P തന്നെ, സോറി അബൌട്ട് ദി പോയിന്റ് O തന്നെ. അതിൻ്റെ ഇക്വേഷൻ എന്താ? 2/5 mr² തന്നെ. 2/5 mr² ഇൻറ്റു ഒമേഗ 2. ഒമേഗ 2 എന്ന് പറഞ്ഞാൽ ഫൈനൽ റൊട്ടേഷണൽ വെലോസിറ്റി അല്ലെങ്കിൽ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി. ഇനി ഫൈനൽ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്യൂർ റോളിംഗ് തുടങ്ങിയതിന് ശേഷമുള്ള ആംഗുലാർ വെലോസിറ്റിയാണ്. പ്യൂർ റോളിംഗ് തുടങ്ങിയതിന് ശേഷം ആംഗുലാർ വെലോസിറ്റിയും ട്രാൻസ്ലേഷൻ വെലോസിറ്റിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. എന്താ റിലേഷൻ? V ഈസ് ഈക്വൽ ടു R ഒമേഗ എന്ന് എഴുതാം. V ഈസ് ഈക്വൽ ടു R ഒമേഗ, അല്ലെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ എന്ത് എഴുതാം? V/R എന്ന് എഴുതാം. അപ്പോൾ ഈ ഒമേഗയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? V/R എന്ന് എഴുതാം. അപ്പോൾ ഒമേഗയ്ക്ക് പകരം നമുക്ക് V/R, ഒമേഗയ്ക്ക് പകരം ഞാൻ എന്ത് എഴുതി? V/R എന്ന് എഴുതി. എങ്ങനെയാണ് എന്താ ഇതാ കാരണം അറിയില്ല. ഇത് പ്യൂർ റോളിംഗ് തുടങ്ങിയതിന് ശേഷമുള്ള ഒമേഗയാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒമേഗ V/R അല്ല, ഇവിടെ ഒമേഗ V0/2R ആണ്. കാരണം ഇവിടെ എന്തല്ല, ഇവിടെ പ്യൂർ റോളിംഗ് അല്ല. പക്ഷേ ഇവിടെ എത്തുമ്പോൾ പ്യൂർ റോളിംഗ് ആവും. അപ്പോൾ ഒമേഗയ്ക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? V/R എന്ന് എഴുതാം. ഡൗട്ട് ഇല്ലല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ വേണ്ടത്? ഇനി V അല്ലേ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? M എല്ലാം ക്യാൻസൽ ചെയ്യാം. എല്ലാ ടേമിലും M കോമൺ ആണ്. M ഞാൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ബാക്കി R കോമൺ ആണ്. ഇവിടെ ഒരു R സ്ക്വയറും പോയാൽ ഇവിടെ R വരും. R സ്ക്വയറും പോയാൽ R വരും. ബാക്കി എല്ലാ ടേമിലും എന്ത് കോമൺ ആണ്? R കോമൺ ആണ്. അപ്പോൾ R പോയി. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു V പ്ലസ് 2/5V. V പ്ലസ് 2/5V എന്താ വരിക? 7/5V എന്ന് വരും. എന്താ വരും? 7/5V ഈസ് ഈക്വൽ ടു V0 പ്ലസ് 2/5 V0. V0 പ്ലസ് 2/5 V0 എന്താണ്? സോറി 2/5 അല്ല, 2/10. V0 പ്ലസ് 5 × 2 എന്താണ്? 10. V0 പ്ലസ് 2/10 V0. V0 പ്ലസ് 2/10 V0 എന്ന് വരും. V0 പ്ലസ് 2/10 V0 ഈക്വൽ 7/5V. ഇനി ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇത് എന്താ കിട്ടും? ഇത് പറയുമ്പോൾ 1/5 അല്ലേ. അപ്പോൾ 5 + 1 എന്ന് പറയുമ്പോൾ 6/5. 6/5 V0 ഈസ് ഈക്വൽ ടു 7/5V എന്ന് കിട്ടും. 6/5 V0 ഈസ് ഈക്വൽ 7/5V. അപ്പോൾ 5 പോയി. ദിസ് ഇംപ്ലൈസ് V ഈസ് ഈക്വൽ ടു ട്രാൻസ്ലേഷണൽ വെലോസിറ്റി V ഈസ് ഈക്വൽ എന്ത് കിട്ടി? 6V0/7 എന്ന് കിട്ടി.
6v0 by 7. Therefore, this will be the translational velocity of the body when the body starts pure rolling. ഈ ബോഡി പ്യുവർ റോളിംഗ് തുടങ്ങുമ്പോൾ ട്രാൻസ്ലേഷൻ വെലോസിറ്റി എന്താ കിട്ടുക? v is equal to 6v0 by 7. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ നമ്മൾ ചെയ്തത് ആംഗുലർ മൊമെന്റം കൺസർവേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഇത് ആക്ച്വലി ആംഗുലർ മൊമെന്റം കൺസർവേഷൻ യൂസ് ചെയ്യാതെയും ചെയ്യാം. എങ്ങനെയാണെന്ന് അറിയോ? ഇതിൻ്റെ ഫോഴ്സ് ഇക്വേഷനും ടോർക്ക് ഇക്വേഷനും അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാം. അത് ആക്ച്വലി ഒരു ലെങ്തി പ്രോസസ്സാണ്. ഇത് നിങ്ങൾക്ക് ഒരു 2-3 സ്റ്റെപ്പിൽ ആൻസർ കിട്ടുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു 5-6 സ്റ്റെപ്പ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുള്ളൂ. കുറച്ചുകൂടി ലെങ്തി പ്രോസസ്സാണ്. അപ്പോൾ ഈ ആംഗുലർ മൊമെന്റം കൺസർവേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ശരിക്ക് അറിഞ്ഞിരിക്കുക. എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് അറിഞ്ഞിരിക്കാം. ഡൗട്ടില്ലല്ലോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു പ്ലാങ്കാണ്. ഈ പ്ലാങ്കിൻ്റെ മാസ് അവർ പറയുന്നുണ്ട് മാസ് ഓഫ് പ്ലാങ്ക് ഈസ് ഈക്വൽ ടു m. ഈ പ്ലാങ്കിൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു ഡിസ്ക് കൊണ്ടുവച്ചു. ഡിസ്കിൻ്റെ മാസ് m/2 ആണ്. m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് പ്ലാങ്ക്. ഇപ്പോൾ ഒരു പ്ലാങ്ക് ഉണ്ട്, പ്ലാങ്കിൻ്റെ മാസ് വന്നിട്ടുണ്ട്, പ്ലാങ്കിൻ്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ക് വെച്ചിട്ടുണ്ട്. ഡിസ്കിൻ്റെ മാസ് m/2, ഡിസ്കിൻ്റെ റേഡിയസ് 6. ഇനി ഈ പ്ലാങ്കിൻ്റെ അപ്പർ സർഫസ് റഫാണ്, ലോവർ സർഫസ് സ്മൂത്താണ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാങ്കും ഡിസ്കും തമ്മിൽ എന്തുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. പക്ഷെ പ്ലാങ്കും ഫ്ലോറും തമ്മിൽ എന്തില്ല? ഫ്രിക്ഷൻ ഇല്ല. അതാണ് സ്മൂത്ത്. ഈ പ്ലാങ്കും ഡിസ്കും തമ്മിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ പറയുന്നുണ്ട് μ ആണ്. പ്ലാങ്കും ഡിസ്കും തമ്മിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണ്? μ ആണ്. ഇനി ഇവരെന്ത് ചെയ്തു? ദ ഡിസ്ക് ഈസ് ഗിവൺ എ ഹൊറിസോണ്ടൽ വെലോസിറ്റി v0 അറ്റ് t is equal to 0. ഈ ഡിസ്കിന് എന്ത് ചെയ്തു? ഒരു ഇനീഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി കൊടുത്തു v0. എന്നാൽ ഡിസ്കിന് ഇനീഷ്യലി എന്ത് വെലോസിറ്റി മാത്രമേ ഉള്ളൂ? ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡിസ്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? റോൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇനീഷ്യലി തുടങ്ങുന്ന റോളിംഗ് തന്നെ എന്തായിരിക്കണം എന്നില്ല? പ്യുവർ റോളിംഗ് ആയിരിക്കണം എന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഒരു ഡിസ്ക് എന്ത് അറ്റൈൻ ചെയ്യും? പ്യുവർ റോളിംഗ് അറ്റൈൻ ചെയ്യും. ഈ പ്യുവർ റോളിംഗ് അറ്റൈൻ ചെയ്യിക്കുന്ന ആക്ച്വലി ആരാണ്? ഇവിടെയുള്ള ഫ്രിക്ഷനാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പ്യുവർ റോളിംഗ് അറ്റൈൻ ചെയ്യിക്കും. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ടൈം വെൻ ദ ഡിസ്ക് സ്റ്റാർട്ട്സ് പ്യുവർ റോളിംഗ്. എത്ര സമയത്തിന് ശേഷമാണ് ഡിസ്ക് പ്യുവർ റോളിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദി പ്ലാങ്ക് ആൻഡ് ദ ഡിസ്ക് അറ്റ് ദ ടൈം. ആ പ്യുവർ റോളിംഗ് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഡിസ്കിൻ്റെയും പ്ലാങ്കിൻ്റെയും വെലോസിറ്റി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഡിസ്കിൻ്റെയും പ്ലാങ്കിൻ്റെയും ട്രാൻസ്ലേഷൻ വെലോസിറ്റി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഡൗട്ടില്ലല്ലോ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. ഞാൻ നേരത്തെ ചെയ്ത പോലെ ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാൻ പോകണേ. ഈ പോയിന്റ് ഞാൻ പി എന്ന് വിളിച്ചു. എന്നിട്ട് പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഞാൻ എന്ത് അപ്ലൈ ചെയ്യാൻ പോകണേ? ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഡൗട്ടില്ലല്ലോ? ശ്രദ്ധിക്കുക. ഇനീഷ്യൽ ആംഗുലാർ മൊമെന്റം ഓഫ് പി എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഇയാൾക്ക് ആംഗുലാർ മൊമെന്റം ഡ്യൂ ടു ട്രാൻസ്ലേഷണൽ മോഷൻ മാത്രമേ ഉണ്ടാകൂ. എന്താ കാരണം? ഇനീഷ്യലി ഇയാൾക്ക് ഹൊറിസോണ്ടൽ വെലോസിറ്റി v0 മാത്രമേ ഉള്ളൂ. ഇയാൾ എന്ത് ചെയ്യുന്നില്ല? റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അറ്റ് t is equal to 0 അല്ലേ? അപ്പോൾ റൊട്ടേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇയാൾക്ക് എന്തില്ല? ഇനീഷ്യലി റൊട്ടേഷണൽ വെലോസിറ്റി ഇല്ല. therefore there will be no angular momentum due to rotation. അങ്ങനെയാണെങ്കിൽ ഈ ഇനീഷ്യലി ഇയാളുടെ ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ m അല്ല, ഡിസ്കിൻ്റെ മാസ് എന്താ? m/2 ആണ്. അപ്പോൾ m/2 ഇൻറ്റു v0 ഇൻറ്റു r ആയിരിക്കും. ദിസ് ഈസ് ദ ഇനീഷ്യൽ ആംഗുലാർ മൊമെന്റം ഓഫ് ദി ഡിസ്ക്. ഇനീഷ്യൽ ആംഗുലാർ മൊമെന്റം ഓഫ് ദി ഡിസ്ക്. ഇനി പ്യുവർ റോളിംഗ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്തുണ്ടാവും? ട്രാൻസ്ലേഷൻ ഉണ്ടാവും, റൊട്ടേഷൻ ഉണ്ടാവും. അപ്പോൾ പ്യുവർ റോളിംഗ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ വീണ്ടും m/2 ഇൻറ്റു v. അപ്പോൾ ഉള്ള വെലോസിറ്റി v, റേഡിയസ് r തന്നെയാണ്. m/2 ഇൻറ്റു v ഇൻറ്റു r പ്ലസ് i ഒമേഗ അല്ലേ? ഈ i എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഡിസ്ക് അബൌട്ട് ദി പോയിന്റ് O. i എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഡിസ്ക് അബൌട്ട് ദി പോയിന്റ് O. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? m/2 ഇൻറ്റു v0 ഇൻറ്റു r ഈസ് ഈക്വൽ ടു m/2 ഇൻറ്റു v ഇൻറ്റു r പ്ലസ് i എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഡിസ്ക് അബൌട്ട് ദി പോയിന്റ് O. ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഡിസ്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം mr²/2 ആണ്. ഇവിടുത്തെ പ്രത്യേകത അവിടെ മാസ് m അല്ല, മാസ് m/2 ആണ്. അപ്പോൾ mr²/2/2 എന്ന് വരും. എന്നാൽ mr²/4 എന്ന് വരും. അപ്പോൾ ഐക്ക് പറഞ്ഞാൽ എന്ത് കൊടുത്തു? mr²/4. എങ്ങനെയാണ് mr²/4 വന്നത് മനസ്സിലായില്ലേ? ഇവിടെ മാസ് m അല്ല, മാസ് m/2 ആണ്. അപ്പോൾ mr²/4 ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ വെലോസിറ്റി ആഫ്റ്റർ പ്യുവർ റോളിംഗ്. പ്യുവർ റോളിംഗ് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം റൊട്ടേഷണൽ വെലോസിറ്റിയും ട്രാൻസ്ലേഷൻ വെലോസിറ്റി തമ്മിൽ കണക്റ്റഡ് ആണ്. v is equal to r ഒമേഗ. അല്ലെങ്കിൽ ഒമേഗയ്ക്ക് വരെ നമുക്ക് എങ്ങനെ എഴുതാം? v/r എന്ന് എഴുതാം. v is equal to r ഒമേഗ. അല്ലെങ്കിൽ ഒമേഗയ്ക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? v/r എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഒരു സ്ക്വയറും ആറും പോയി. ബാക്കി ആറൊക്കെ കോമൺ ആണ്, ആറെല്ലാം പോയി. ബാക്കി m എല്ലാം പോയി. ബാക്കി എന്താ ഉണ്ടാവുക? v0/2. ലെഫ്റ്റ് സൈഡിൽ v0/2. റൈറ്റ് സൈഡിൽ എന്താ ഉണ്ടാവുക? v/2 പ്ലസ് v/2 പ്ലസ് v/4. v/2 പ്ലസ് v/4. ലെഫ്റ്റ് സൈഡിൽ v0/2, റൈറ്റ് സൈഡിൽ v/2 പ്ലസ് v/4. v/2 പ്ലസ് v/4 നിങ്ങൾ ചെയ്ത് നോക്കുക. v/2 പ്ലസ് v/4 ചെയ്താൽ എന്താ കിട്ടുക? 5v/8 എന്നാണ് കിട്ടുക. 5v/8 ഈക്വൽ ടു v0/2. 5v/8 ഈസ് ഈക്വൽ ടു v0/2. ദിസ് ഇംപ്ലൈസ് v ഈസ് ഈക്വൽ എന്ത് കിട്ടി? ദിസ് ഇംപ്ലൈസ് v ഈസ് ഈക്വൽ ടു 2/8/4 അല്ലേ? ദിസ് ഇംപ്ലൈസ് v ഈസ് ഈക്വൽ ടു 4v0/5. ദിസ് ഇംപ്ലൈസ് v ഈസ് ഈക്വൽ ടു 4v0/5.
5, which means that the translational velocity of the disk after pure rolling is 4v0/5. ഈ പ്യൂർ റോളിംഗ് തുടങ്ങുന്ന സമയത്ത് അയാളുടെ ഉള്ള ട്രാൻസ്ലേഷൻ വെലോസിറ്റി എത്രയാണ്? 4v0/5 ആയിരിക്കും. ഇനി ശ്രദ്ധിക്കണം, ഈ പ്യൂർ റോളിംഗ് തുടങ്ങി കഴിഞ്ഞാൽ എപ്പോഴും 4v0/5 തന്നെ ആയിരിക്കും ഇയാൾ റോൾ ചെയ്യുക. കാരണം ഇവിടെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫ്രിക്ഷൻ എന്ത് ചെയ്യും? ഇയാളുടെ ട്രാൻസ്ലേഷൻ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ശ്രദ്ധിക്കണം, ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്യൂർ റോളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിലുള്ള ഇയാളുടെ ട്രാൻസ്ലേഷൻ വെലോസിറ്റിയാണ് 4v0/5. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ഇത്. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദി പ്ലാങ്ക് ആൻഡ് ദ ഡിസ്ക് അറ്റ് ദാറ്റ് ടൈം. എന്നാൽ പ്യൂർ റോളിംഗ് തുടങ്ങുമ്പോൾ ഉള്ള പ്ലാങ്കിൻ്റെയും ഡിസ്കിൻ്റെയും വെലോസിറ്റിയാണ് കാണാൻ പറഞ്ഞത്, നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആയി. ഇനി അടുത്തത് ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദി പ്ലാങ്ക് അറ്റ് ദാറ്റ് ടൈം എന്നാണ് ക്വസ്റ്റ്യൻ. വെലോസിറ്റി ഓഫ് ദി പ്ലാങ്ക് അറ്റ് ദാറ്റ് ടൈം. അതിന് മുന്നേ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഫൈൻഡ് ദ ടൈം വെൻ ദ ഡിസ്ക് സ്റ്റാർട്ട്സ് പ്യൂർ റോളിംഗ്. ഈ ഡിസ്ക് പ്യൂർ റോളിംഗ് തുടങ്ങുമ്പോഴുള്ള സമയം അതിന് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഡിസ്ക് പ്യൂർ റോളിംഗ് തുടങ്ങുമ്പോഴുള്ള സമയം ചെയ്യാൻ വളരെ സിമ്പിളാണ്, ശ്രദ്ധിക്കാം. ഓക്കെ, ഞാനിവിടെ ഇതിനൊരു ഒരിസോണ്ടൽ വെലോസിറ്റി കൊടുത്തു. ശ്രദ്ധിക്കുക, ഇനീഷ്യൽ വെലോസിറ്റി v0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? v0 ആണ്. ഞാനിപ്പോൾ കണ്ടുപിടിച്ച് നോക്കിക്കേ, പ്യൂർ റോളിംഗ് തുടങ്ങുമ്പോഴുള്ള വെലോസിറ്റി എത്രയാണ്? 4v0/5 ആണ്. പ്യൂർ റോളിംഗ് തുടങ്ങുമ്പോഴുള്ള വെലോസിറ്റി എത്രയാണ്? 4v0/5, വിച്ച് മീൻസ് ദാറ്റ് പ്യൂർ റോളിംഗ് തുടങ്ങുമ്പോഴുള്ള വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റിനേക്കാളും കുറവാണോ കൂടുതലാണോ? ഇനീഷ്യൽ വെലോസിറ്റി v0 ആണ്. ഇത് 4v0/5. 4v0/5 എന്ന് പറഞ്ഞാൽ 0.8 v0 എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്യൂർ റോളിംഗ് തുടങ്ങിയപ്പോൾ വെലോസിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു. വിച്ച് മീൻസ് ദാറ്റ് ഈ ബോഡിയുടെ വെലോസിറ്റി കുറയുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഈ ബോഡിക്ക് എന്താ സംഭവിച്ചത്? റിട്ടാർഡേഷൻ ആണ് സംഭവിച്ചത്. റിട്ടാർഡേഷൻ ആണ് സംഭവിച്ചത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ബോഡി ഒറിസോണ്ടൽ ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നത്. ഒറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ആകെ ഒരു ഫോഴ്സ് ഉള്ളൂ ഇവിടെ. അതാരാ ഫോഴ്സ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഒറിസോണ്ടൽ ഡയറക്ഷൻ ഇവിടെ ആക്ട് ചെയ്യുന്ന ആകെ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ബാക്കിയുള്ള ഫോഴ്സ് ആണ് ഒന്ന് mg താഴേക്ക്, അല്ലെങ്കിൽ പിന്നെ നോർമൽ റിയാക്ഷൻ മുകളിലേക്ക്. ആ രണ്ടാൾക്കും ഇയാളുടെ ഒറിസോണ്ടൽ വെലോസിറ്റിയെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ ഒറിസോണ്ടൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്ന ആരാണ്? ഫ്രിക്ഷൻ ആണ്. അത് തന്നെ ഒറിസോണ്ടൽ വെലോസിറ്റി കുറയുകയാണ്. വിച്ച് മീൻസ് ദാറ്റ് ഫ്രിക്ഷൻ എന്താ ചെയ്തത്? ഇതിനെ ഒപ്പോസ് ആണ് ചെയ്തത്. വിച്ച് മീൻസ് ദാറ്റ് ഇയാൾ റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെയുള്ള ഫ്രിക്ഷൻ എങ്ങോട്ടാണ്? ലെഫ്റ്റിലേക്കാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് ആക്ച്വലി വെലോസിറ്റി വെച്ചിട്ടാണ് പറഞ്ഞതെങ്കിലും നിങ്ങൾക്ക് വെലോസിറ്റി വെച്ച് പറയണമെന്നില്ല. കാരണം ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എടുക്കുക എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എങ്ങനെ എടുക്കുക ഞാൻ അടുത്ത ടോപ്പിക്കിൽ പറയും. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക, വെലോസിറ്റി കുറയുകയായതുകൊണ്ട് ഫ്രിക്ഷൻ എന്ത് ചെയ്യും? ഇയാളെ ഒപ്പോസ് ചെയ്യാണ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ നമ്മുടെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. നമ്മളെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതാൻ പോവാണ്. v = u - at. v = u - at. u - at എന്ന് പറയാൻ കാരണം ഇവിടെ റിട്ടാർഡേഷൻ ആണ്. v എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ടൈം വെൻ ദ ഡിസ്ക് സ്റ്റാർട്ട്സ് പ്യൂർ റോളിംഗ്. ഡിസ്ക് പ്യൂർ റോളിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. പ്യൂർ റോളിംഗ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. പ്യൂർ റോളിംഗ് തുടങ്ങി കഴിഞ്ഞപ്പോൾ വെലോസിറ്റി എത്രയായിരുന്നു? 4v0/5 ആണ്. അപ്പോൾ പ്യൂർ റോളിംഗ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? വെലോസിറ്റിക്ക് വരാൻ 4v0/5 എഴുതാം. ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി അവർ പറയുന്നുണ്ട് v0 ആണ്, മൈനസ് a × t. a എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. ഇവിടെ ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ആക്ച്വലി ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിച്ചൂടെ? നമുക്കറിയാം ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ μn ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഇവിടെ n ഉം mg ഈക്വൽ ആയിരിക്കും. കാരണം ഈ ബോഡി എന്ത് ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ? ഒറിസോണ്ടൽ ഡയറക്ഷൻ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള നെറ്റ് ഫോഴ്സ് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്ത് പോകണം. അപ്പോൾ എന്നിന് വരെ നമുക്ക് എന്ത് എഴുതാം? mg എന്ന് എഴുതാം. അപ്പം μ × mg എന്ന് പറഞ്ഞാൽ m/2 × g. കാരണം ഇവിടെ മാസ് m/2 ആണ്. അപ്പോൾ μ × m/2 × g ഈസ് ഈക്വൽ ടു m എന്ന് കൂടെ. m എന്ന് പറഞ്ഞാൽ m/2 × a, വിച്ച് മീൻസ് ദാറ്റ് m/2 പോയാൽ നമുക്ക് എന്ത് കിട്ടി? a ഈസ് ഈക്വൽ ടു μg എന്ന് കിട്ടി. വിച്ച് മീൻസ് ദാറ്റ് ദ റിട്ടാർഡേഷൻ ഡ്യൂ ടു ഫ്രിക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ റിട്ടാർഡേഷൻ എത്രയാണ്? μg ആണ്. ഫ്രിക്ഷൻ മൂലമുള്ള റിട്ടാർഡേഷൻ എത്രയാണ്? μg ആണ്. ആ v0 - a ക്ക് വരെ ഞാൻ എന്ത് കൊടുത്തു? μg എന്ന് കൊടുത്തു. μg × t. അപ്പോൾ 4v0/5 = v0 - μg × t. ഇനി -μgt ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? +μgt എന്നാവും. +μgt ഈസ് ഈക്വൽ ടു v0 ഇയാൾ അങ്ങോട്ട് പോകുമ്പോൾ -4v0/5. v0 - 4v0/5. ഓർ ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? v0 - 4v0/5 എന്ന് പറഞ്ഞാൽ v0/5 ആണ്. അപ്പം μgt ഈസ് ഈക്വൽ ടു v0/5 ആണ്. ഇത് സിംപ്ലൈസ് t ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? v0/μg എന്ന് കിട്ടി. ഇത് സിംപ്ലൈസ് t ഈസ് ഈക്വൽ ടു v0/5 μg. v0/5 μg, which means that at a time t is equal to v0/5 μg this disk starts pure rolling. ഈ ഡിസ്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യും? പ്യൂർ റോളിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഇതിപ്പോൾ ഞാൻ കണ്ടുപിടിച്ചത് ആക്ച്വലി ആദ്യം വെലോസിറ്റി കണ്ടുപിടിച്ചു, എന്നിട്ടാണ് ഇങ്ങനെ കണ്ടുപിടിച്ചത്. ഇതല്ലാതെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഫോഴ്സിൻ്റെയും ടോർക്കിൻ്റെയും ഇക്വേഷൻ ഇത് ചെയ്താൽ മതി. പക്ഷേ വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. t is equal to v0/5 μg. ഡൗട്ടില്ലല്ലോ? ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫൈൻഡ് ദ ടൈം ആൻഡ് ദ ഡിസ്ക് സ്റ്റാർട്ട്സ് പ്യൂർ റോളിംഗ് അത് കഴിഞ്ഞു. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദി പ്ലാങ്ക് ആൻഡ് ദ ഡിസ്ക് അറ്റ് ദാറ്റ് ടൈം. ആ ടൈമിലുള്ള ഡിസ്കിൻ്റെയും പ്ലാങ്കിൻ്റെയും വെലോസിറ്റി കാണണം. t is equal to v0/5 μg. ഇത് ഓർത്തിരിക്കണേ. ഡിസ്കിൻ്റെയും പ്ലാങ്കിൻ്റെയും വെലോസിറ്റി കാണണം. ശ്രദ്ധിക്കാം.
നോക്കിക്കേ, ഞാൻ പറഞ്ഞു ഈ സർഫസ് എന്താണ്, സ്മൂത്താണ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടും പ്ലാങ്കും തമ്മിൽ എന്തില്ല, ഫ്രിക്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഓരോ കാര്യം ഉറപ്പിച്ച് വരാം. ഈ ഡിസ്ക് മുന്നിലേക്ക് റോൾ ചെയ്ത് പോകുമ്പോൾ ഈ പ്ലാങ്കും എങ്ങോട്ട് റോൾ ചെയ്യും, പ്ലാങ്ക് എങ്ങോട്ട് മൂവ് ചെയ്യും, റൈറ്റിലേക്ക് മൂവ് ചെയ്യും. കാരണം ഈ പ്ലാങ്കിനെ റൈറ്റിലേക്ക് മൂവ് ചെയ്യാതെ പിടിച്ച് നിർത്താൻ ഇവിടെ ആരില്ല, ഫ്രിക്ഷൻ ഇല്ല. ഫ്രിക്ഷൻ ആകെയുള്ളത് ഈ ഡിസ്കിൻ്റെയും പ്ലാങ്കിൻ്റെയും ഇടയ്ക്കാണ്. അപ്പോൾ ഇവിടെയുള്ള ഫ്രിക്ഷൻ ആക്ച്വലി എന്ത് ചെയ്യും, ഈ പ്ലാങ്കിനെ പിടിച്ച് മുന്നിലേക്ക് മൂവ് ചെയ്യിക്കും. അപ്പോൾ ഇനീഷ്യലി പ്ലാങ്ക് മൂവ് ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ ഡിസ്ക് റോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ പ്ലാങ്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ക്വസ്റ്റ്യൻ പറഞ്ഞത് പ്യൂർ റോളിംഗ് തുടങ്ങുമ്പോൾ പ്ലാങ്കിൻ്റെ വെലോസിറ്റി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. പ്യൂർ റോളിംഗ് തുടങ്ങുമ്പോൾ പ്ലാങ്കിൻ്റെ വെലോസിറ്റി എത്രയെന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ പ്ലാങ്കിനെ ആക്ച്വലി മൂവ് ചെയ്യിക്കുന്ന ആരാ, ഈ പ്ലാങ്കിനെ ആക്ച്വലി മൂവ് ചെയ്യിക്കുന്നത് ഇവിടെയുള്ള ഫ്രിക്ഷനാണ്, ഈ പോയിന്റ് ഓഫ് കോൺടാക്റ്റിലുള്ള ഫ്രിക്ഷനാണ്. പ്ലാങ്ക് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുക, വിച്ച് മീൻസ് ദാറ്റ് ദ ഫ്രിക്ഷൻ ആക്ടിങ് ഓൺ ദിസ് പ്ലാങ്ക് ഈസ് ടുവേർഡ്സ് റൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെയുള്ള ഫ്രിക്ഷൻ ഡിസ്കിൻ്റെ മുകളിൽ എങ്ങോട്ടായിരുന്നു ആക്ട് ചെയ്തത്, ലെഫ്റ്റിലേക്കായിരുന്നു. അപ്പോൾ ഫ്രം ന്യൂട്ടൺസ് തേർഡ് ലോ ഈ പ്ലാങ്കിൻ്റെ മുകളിലെ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കണം, റൈറ്റിലേക്കായിരിക്കണം. ഇനി ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതി, എഴുതിയത് മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ എന്താ കിട്ടുക, m/2 മ്യൂ ഇൻറ്റു m/2 ഇൻറ്റു ജി. ഇതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ദി പ്ലാങ്ക് ആൻഡ് ഡിസ്ക്. ഈ ഡിസ്കിൻ്റെയും പ്ലാങ്കിൻ്റെയും ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ്റെ ഇക്വേഷനാണ് മ്യൂ ഇൻറ്റു m/2 ഇൻറ്റു ജി. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. മ്യൂ ഇൻറ്റു n, ഇവിടെ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്കിൻ്റെ വെയിറ്റ് ആയിരിക്കും m/2 ഇൻറ്റു ജി. മ്യൂ ഇൻറ്റു m/2 ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു MA എന്ന് എഴുതാം. MA. ഞാനിപ്പോൾ എന്താ ഇവിടെ MA എന്ന് എഴുതാൻ കാരണം ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ് ഞാനിവിടെ അപ്ലൈ ചെയ്തത്. F MA. M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ബോഡി. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ബോഡി ആരാണ്, പ്ലാങ്ക് ആണ്. പ്ലാങ്കിൻ്റെ മാസ് എന്താണ്, M ആണ്. നേരത്തെ ഞാൻ m/2 എന്ന് എഴുതാൻ കാരണം നേരത്തെ കൺസിഡർ ചെയ്ത ബോഡി ഏതായിരുന്നു, ഡിസ്ക് ആയിരുന്നു. ഡിസ്കിൻ്റെ മാസ് m/2 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് എഴുതണം, മ്യൂ ഇൻറ്റു m/2 ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു MA എന്ന് എഴുതണം. വ്യത്യാസം മനസ്സിലായല്ലോ. ഈ ഡിസ്കിൻ്റെ മുകളിലും പ്ലാങ്കിൻ്റെ മുകളിലും ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ സെയിം ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് തന്നെയാണ് കിട്ടുക, m/2 ഇൻറ്റു ജി. പക്ഷേ ഡിസ്കിൻ്റെ ആക്സലറേഷനും പ്ലാങ്കിൻ്റെ ആക്സലറേഷൻ എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ഡിസ്കിൻ്റെ ആക്സലറേഷൻ പ്ലാങ്കിൻ്റെ ആക്സലറേഷൻ ഡിഫറൻ്റ് ആയിരിക്കും. ഡിഫറൻ്റ് ആകാൻ കാരണം ഒരാളുടെ മാസം m, ഒരാളുടെ മാസം എന്താണ്, m/2 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, m പോയി. ബാക്കി A ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, മ്യൂ g/2 എന്ന് കിട്ടി. which means that the acceleration of the plank is mu g/2. നമ്മളെ acceleration of disk എന്തായിരുന്നു, mu g ആയിരുന്നു. ഇവിടെ mu g/2 ആണ്. ഇനി നമ്മൾ വീണ്ടും നമ്മളെ ഇക്വേഷൻസ് ഓഫ് മോഷൻ v is equal to u plus at. ഇപ്പം ഞാനത് ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, പ്ലാങ്കിനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പ്ലാങ്കിൻ്റെ ഫൈനൽ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. v is equal to പ്ലാങ്കിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0, പ്ലാങ്കിൻ്റെ ആക്സലറേഷൻ mu g/2 ഇൻറ്റു t നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എത്രയായിരുന്നു t നമുക്ക് കിട്ടിയത്, v0/5 mu g എന്നാണ് നമുക്ക് t കിട്ടിയത്. v0/5 mu g നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച t. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, u plus at സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ mu g/2 ഇൻറ്റു v0/5 mu g പോയി. therefore v is equal എന്ത് കിട്ടി, v0/2 എന്ന് കിട്ടി. v is equal to v0/2, which means that the velocity of the plank when the disk starts pure rolling v is equal to എത്രയായിരിക്കും, v0/2 ആയിരിക്കും. v0/2. ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ വെച്ചിട്ട് നമ്മൾ റോളിങ്ങിൻ്റെ പ്രോബ്ലം ചെയ്യുക. ഈ ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് പല ഡിഫിക്കൽട്ട് പ്രോബ്ലം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടെക്നിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഇന്ന് ആക്ച്വലി നമ്മൾ ആകെ ഒരു ടോപ്പിക്ക് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, എന്താണ് ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം നിങ്ങൾക്ക് വളരെ നല്ല ഹൈ ലെവലുള്ള പ്രോബ്ലം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ ശരിക്കും മനസ്സിലാക്കുക. പല ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത വീഡിയോയിലാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഏരിയയിലേക്ക് നമ്മൾ പോകുന്നത്, ഡയറക്ഷൻ ഓഫ് ഫ്രിക്ഷൻ എങ്ങനെയാണ് റോളിംഗ് മോഷനെ എഫക്റ്റ് ചെയ്യുന്നതും എന്നും ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നും. ഓക്കെ അല്ലേ? ഇന്നത്തേക്ക് നമുക്ക് നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.